ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുകയാണ്. ശരി, ജാമ്യമില്ല, റിമാൻഡ് ചെയ്യുകയാണ്. അപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ തല കറങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. അതിനുശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. അവിടെ നിന്ന് അലി അക്ബർ ഷായും അർജുൻ മട്ടന്നൂരും അഞ്ജലി ശ്രീജിതരാജും ശ്യാം ദേവരാജും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലി അക്ബർ ഷായിലേക്ക്. അലി, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ എങ്ങനെയുണ്ട്? തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിനീത, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോലീസിന്റെ പിടിയിലായ ശേഷവും ബോബി ചെമ്മണ്ണൂരിന്റെ ശരീരഭാഷയും ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണങ്ങളും എല്ലാം താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പൂർണ്ണ ആത്മവിശ്വാസമാണ്, തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയിലായിരുന്നു. ഒരു നിയമവ്യവസ്ഥയ്ക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന നിലയിലുള്ള ഈ അശ്ലീല പദപ്രയോഗങ്ങളും സ്ത്രീകളെ തന്റെ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന നടപടികളും തന്നെയാണ് കാലങ്ങളായി ബോബി ചെമ്മണ്ണൂർ തുടർന്നു വരുന്നത്. ഇപ്പോൾ ഇതാ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും കോടതി ഇതിൽ നടത്തിയിരിക്കുന്ന ഇടപെടൽ അത് കൃത്യമാണ്, അത് സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നതാണ്. സ്വാഭാവികമായും നിരന്തരമായി ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് തന്റെ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാൽ, വെറുതെ വിടപ്പെട്ടാൽ സ്വാഭാവികമായും അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്തരത്തിലാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമായി മാറും. എന്തായാലും അതിനെല്ലാം തടയിടുന്ന നിലയിലുള്ള ഒരു നീക്കത്തിലേക്ക്, ഒരു വിധിയിലേക്ക് കോടതി പോയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കി ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത്. വിധി കേട്ട ശേഷം, തന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന് കേട്ട ശേഷം ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു മെഡിക്കൽ ചെക്കപ്പ്, മറ്റെന്തെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികളുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ഇതാ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് വിനീത ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ എത്തിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ മെഡിക്കൽ ചെക്കപ്പ് പൂർത്തിയാക്കിയ ശേഷം ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ദൃശ്യങ്ങളിൽ കാണാം. അലി അക്ബർ ഷാ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയം മുൻപ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരി, ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു ജനറൽ ആശുപത്രിയിൽ എന്നതാണ്. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുക. അലി, അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ എങ്ങനെയുണ്ട് എന്നത് കൃത്യമായി തന്നെ ജനറൽ ആശുപത്രിയിൽ പരിശോധിക്കപ്പെടും. ഏതായാലും തലകറക്കം അനുഭവപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിധിക്ക് പിന്നാലെ. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുന്നിൽ വെച്ച് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും പ്രതികരിച്ചത്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അതൊന്നും വ്യക്തവുമല്ല. പക്ഷേ സുഖമില്ലാത്ത ആളാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ പ്രതിക്കൂട്ടിൽ തലകറങ്ങിയിരുന്നു എന്നാണ് അർജുൻ മട്ടന്നൂർ കോടതിക്കകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അലി അക്ബർ ഷാ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. വിശദാംശങ്ങൾ എന്താണ്? അദ്ദേഹത്തിനെ ഡോക്ടർമാർ പരിശോധിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കയറ്റിയിരിക്കുകയാണ് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ വിധി പ്രസ്താവത്തിന് ശേഷം ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന് കേട്ടതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ തല കറങ്ങി ഇരുന്നു, കോടതിക്കകത്ത് ഇരുന്നു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ശാരീരിക പ്രശ്നത്തിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട ചികിത്സ, അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു പ്രാഥമികമായ ചികിത്സ നൽകിയ ശേഷമായിരിക്കും ഇനി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോവുക. കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുക. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി കയറ്റിയിരിക്കും.
ഇരിക്കുകയാണ്. ഒപ്പമുള്ളവർ വലിയ നിലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നെല്ലാം വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മെഡിക്കൽ ചെക്കപ്പ് പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ജയിലഴിയിലേക്ക് പോകുമ്പോൾ, അഴിക്കകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ മുന്നറിയിപ്പ് സമൂഹത്തിന് നൽകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നിർബാധം അത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേഷൻ തുടരുന്ന ആളുകൾ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല, തങ്ങൾ ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിലും ശിക്ഷിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിർബാധം ഇത്തരം നടപടികൾ തുടരുന്ന ആളുകൾക്കുള്ള കൃത്യമായൊരു മുന്നറിയിപ്പായി ബോബി ചെമ്മണ്ണൂരിനെതിരായ ഈ കോടതിയുടെ വിധി മാറുന്നുണ്ട്. ഒരിക്കലും ബോബി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഉറപ്പാണ്. കാരണം സ്വാഭാവികമായും കോടതിയിലേക്ക് കയറുമ്പോഴും പോലീസ് വാഹനത്തിലിരുന്നും പോലീസ് സ്റ്റേഷനകത്തുനിന്ന് പോലും ബോബി പറഞ്ഞത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ തനിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്നായിരുന്നു. ആ ബോബി സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്ന നിലയിലുള്ള വിധിയിലേക്കാണ് കോടതി പോയതെന്നും ശ്രദ്ധേയമാണ്. വലിയ നിലയിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കോടതി എത്തിച്ചേർന്നത്. കൃത്യമായി ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള വാദങ്ങൾ, പല നിലയിലുള്ള വാദങ്ങളിലേക്ക് പ്രതിഭാഗം കടന്നിരുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച വാദങ്ങളിൽ പോലും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവർ പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ ഈ സംഭവത്തിന് ശേഷം പരാതിയും ഈ സംഭവവും തമ്മിലുണ്ടായ കാലതാമസം, ആ ഇടവേള, അതുകൊണ്ട് തന്നെ ഈ പരാതി പരിഗണിക്കരുത്, പരാതിയിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ ശിക്ഷിക്കരുത് എന്നതായിരുന്നു പ്രധാനമായും പറഞ്ഞത്. മറ്റൊരു പ്രധാന കാര്യം, ഈ സംഭവത്തിന് ശേഷവും ഒരേ വേദിയിൽ രണ്ടുപേരും പങ്കിടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പരാതിക്കാരിയായ നടി തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. 4 മാസങ്ങൾക്ക് ഇപ്പുറം ഇത്തരം ഒരു പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു ഈ പ്രതിഭാഗം പ്രധാനമായും മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ആ വാദങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടാണ് കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. ഹണിറോസ് ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞ നിയമവ്യവസ്ഥ അത് പരാതിക്കാരിയായ ഹണിക്കൊപ്പം തന്നെ നിന്നു. ആ നിലയിലുള്ള ഒരു വിധിയിലേക്ക് കോടതി പോയി. ഇനി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇറക്കാൻ ശ്രമിക്കുന്ന യൂട്യൂബ് ചാനലുകളാവട്ടെ, സമൂഹ മാധ്യമങ്ങൾ വിധി പ്രസ്താവത്തിൽ കോടതി കൃത്യമായി തന്നെ പറയുന്നു, ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രൈമ ഫേസ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല അനുവാദമില്ലാതെ നടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ഉൾപ്പെടെ ചെയ്തു, അത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, പരാതിക്കാരിയുടെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്നത് തന്നെയാണ് കോടതി വിധിയിൽ പറയുന്നത്. തീർച്ചയായും ഇത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുമ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് പോയിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ കുറ്റകൃത്യമുണ്ട് എന്ന് കണ്ടെത്താനുള്ള എല്ലാ എവിഡൻസുകളും അത് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അത് പലതും, ഇതിൽ തെളിവായിരിക്കുന്ന പലതും ബോബി ചെമ്മണ്ണൂരിന്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ തന്നെയുള്ളതാണ്. ബോബിയുടെ PR ടീം തന്നെ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യങ്ങളുമാണ്. മറ്റു പല സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുള്ള മാർക്കറ്റിംഗിന് വേണ്ടി ബോബി ഉപയോഗിക്കുന്നത്. മകളുടെ പ്രായമുള്ള കുട്ടികളെ പോലും ഇത്തരത്തിലുള്ള തന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കിടക്കുകയാണ്. സ്വാഭാവികമായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കോടതി പോയിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇത്രയും പിടിപാടുള്ളയാൾ ഇത്തരത്തിലൊരു കേസിൽപ്പെടുമ്പോൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ, വിദേശത്ത് ബിസിനസ് നടത്തുന്ന ആളാണ്, മറ്റെല്ലാ നിലയിലുമുള്ള പിടിപാടുള്ള ആളാണ്. സ്വാഭാവികമായും ഇയാൾ നാടുവിടാൻ, വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. അതുപോലെ തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട്, പരാതിക്കാരിയെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്ന. അലി അക്ബർ ഷായാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിധി പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശരീരത്തിൽ അനുമതിയില്ലാതെ സ്പർശിച്ചെന്നും അസ്വീകാര്യമായ രീതിയിൽ ലൈംഗിക സ്വഭാവത്തോടെ പെരുമാറിയെന്നും അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയെന്നും കോടതി വിധിയിൽ പറയുന്നു. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പരാതിക്കാരിയുടെ ശരീരത്തെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രോസിക്യൂഷന്റെ കൂടി ഭാഗം കേട്ട് ജാമ്യം നിഷേധിച്ചത്. ലൈംഗിക ഉദ്ദേശത്തോടെ ബോബി ചെമ്മണ്ണൂർ നിരന്തരം ഇടപെട്ടു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. തെളിവുകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട സാഹചര്യമില്ല. ബോബി ചെമ്മണ്ണൂർ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ഒളിവിൽ പോകാനും ഇടയുണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നമുക്ക് വിധി പകർപ്പിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.